Radio Line News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. റെന്റേഴ്സ് റീഫോം ബില്ലിനെതിരെ പാർലമെന്റിനോട് സമ്മർദ്ദ നീക്കവുമായി ലാൻഡ് ലോർഡ്സ്. വാടകക്കാരുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താതിരിക്കാൻ ലാൻഡ് ലോർഡ്സ് പാർലമെന്റിനോട് വിലപേശുന്നതായി കുറ്റപ്പെടുത്തൽ. വീടുകൾ വിൽക്കുമെന്ന് ഭീഷണി മുഴക്കിയാണ് ലാൻഡ് ലോർഡ്സ് പാർലമെന്റിനെ നിയമമാക്കി മാറ്റുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത്. വിവാദമായ റെന്റേഴ്സ് റീഫോം ബിൽ ഹൌസ് ഓഫ് ലോർഡ്സിൽ രണ്ടാം അവതരണത്തിനായി എത്തുമ്പോഴാണ് ലാൻഡ് ലോർഡ്സ് ഗ്രൂപ്പുകൾ നിലപാട് കടുപ്പിക്കുന്നത്. പ്രൈവറ്റ് മേഖലയിൽ സപ്ലൈ പ്രതിസന്ധി ഉടലെടുക്കുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. സ്നോബി മോൾക്ക് തിങ്കളാഴ്ച യാത്രാമൊഴിയേക്കും. അന്ത്യവിശ്രമം പീറ്റർ ബറോയിൽ ക്യാൻസർ ബാധിച്ചു മരിച്ച സ്നോബി മോൾ സനലിന് തിങ്കളാഴ്ച പ്രിയപ്പെട്ടവർ വിട നൽകും. 8 മാസം മുൻപാണ് പീറ്റർ ബറോയിൽ സീനിയർ കെയർ വിസയിൽ സ്നോബി മോൾ എത്തുന്നത്. ജോലിക്ക് കയറി 2 മാസം കഴിഞ്ഞപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ബോൺ ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രോഗം മൂർച്ഛിച്ച് മരണമടയുകയായിരുന്നു. സ്നോബി മോൾ സനലിന്റെ അന്ത്യോപചാര ശുശ്രൂഷകളും സംസ്കാരവും മെയ് 20 തിങ്കളാഴ്ച നടക്കും. ശുശ്രൂഷകൾക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് ശാംബ്രിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്യാൻസർ ചികിത്സയിൽ നിർണായക ചുവടുവയ്പുമായി UK. 7 വർഷം മുൻപ് വരെ രോഗം തിരിച്ചറിയാമെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ. വളരെ നാൾ മുൻപ് തന്നെ ഭാവിയിൽ ക്യാൻസർ രോഗം വരുമെന്ന് തിരിച്ചറിയാനുള്ള സാധ്യത തെളിഞ്ഞു. ലളിതമായ ഒരു രക്തപരിശോധനയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഭാവിയിൽ ഇത് രോഗം കണ്ടെത്താൻ മാത്രമല്ല, രോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാനും പ്രയോജനപ്രദമാണെന്ന് ഗവേഷകർ പ്രതീക്ഷിക്കുന്നു. ക്യാൻസർ റിസർച്ച് UKയുടെ ധനസഹായത്തോടെ നടത്തിയ പഠനമാണ് നിർണായകമായ നേട്ടത്തിന് കാരണമായത്. വളരെ മുൻപ് തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യതകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന രക്തത്തിലെ പ്രോട്ടീനുകളെ പഠനത്തിൽ കണ്ടെത്തി. രോഗം വരാൻ സാധ്യതയുള്ളവരിൽ 7 വർഷം മുൻപ് വരെ ഇത്തരം പ്രോട്ടീനുകളെ കണ്ടെത്താനാവുമെന്നാണ് ഗവേഷണ ഫലം പറയുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ 19 വ്യത്യസ്ത തരം ക്യാൻസറുമായി ബന്ധപ്പെട്ട 618 പ്രോട്ടീനുകളെയാണ് തിരിച്ചറിഞ്ഞത്. രോഗനിർണയത്തിന് 7 വർഷം മുൻപ് വരെയാണ് ഇവരിൽ രക്തം ശേഖരിച്ചത്. ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ രക്തത്തിൽ ഇത്തരം പ്രോട്ടീനുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വളരെ നിർണായകമാകുമെന്നാണ് വൈദ്യശാസ്ത്ര ലോകം പ്രതീക്ഷിക്കുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ദിവസം സംസ്ഥാനത്ത് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ജൂൺ 4 സംസ്ഥാനത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് തടയാനും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും സുഗമമായി നടത്താനും ക്രമീകരണങ്ങളുമായി കേരള പോലീസ്. ക്രമസമാധാന ചുമതലയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകിയത്. ജൂൺ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം സുഗമമായി നടത്തുന്നതിനും രാഷ്ട്രീയ സംഘർഷങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാനുമായി പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അന്നേ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ പോലീസ് മേധാവിമാരും റേഞ്ച് DIGമാരുമാണ് കൈക്കൊള്ളേണ്ടത്. ഇവർ ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ശ്രദ്ധ കൊടുക്കണമെന്ന പ്രത്യേകമായ നിർദ്ദേശവും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ നേരത്തെയുള്ള മടക്കം സംസ്ഥാനത്തെ ക്രമസമാധാന നില വഷളായതോടെ. കേരളത്തിൽ ക്രമസമാധാന നില വഷളാവുകയും ഗുണ്ടാവിളയാട്ടം രൂക്ഷമാവുകയും പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ പര്യടനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് മടങ്ങുന്നതെന്ന് സൂചന. കേരളത്തിൽ അക്രമങ്ങൾ പെരുകുമ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വിദേശത്ത് ഉല്ലാസയാത്ര നടത്തുന്നത് വ്യാപകമായ ആക്ഷേപത്തിനിടയാക്കിയിരുന്നു. ഇന്നലെ ദുബായിൽ നിന്ന് ഓൺലൈനിൽ നടത്തിയ മന്ത്രിസഭാ യോഗത്തിൽ ക്രമസമാധാന നില പരാമർശിക്കപ്പെട്ടുവെന്നാണ് അറിയുന്നത്. ഭരണ ചുമതല ആരെയും ഏൽപ്പിക്കാതെയാണ് മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പുറപ്പെട്ടത്. ഇക്കാര്യത്തിൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിലും പാർട്ടിയിൽ തന്നെയും മുറുമുറുപ്പുണ്ടായിരുന്നെങ്കിലും പാർട്ടി സെക്രട്ടറി പോലും പൊതുമധ്യത്തിൽ യാത്രയെ ന്യായീകരിക്കുകയായിരുന്നു. ഈ മാസം ആദ്യമാണ് മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്കായി വിദേശത്തേക്ക് പോയത്. കോവിഷീൽഡ് വാക്സിന് കൂടുതൽ ഗുരുതര പാർശ്വഫലങ്ങൾ. രക്തം കട്ടപിടിക്കുന്ന അപൂർവ രോഗത്തിനും സാധ്യത. ഇന്ത്യയിൽ വ്യാപകമായി വിതരണം ചെയ്ത ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ ഭീമൻ ആസ്ട്രസെനകയുടെ കോവിഡ് വാക്സിന് കൂടുതൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയെന്ന് പഠന റിപ്പോർട്ട്. വാക്സിൻ ഉപയോഗിച്ചവർക്ക് ഇൻഡ്യൂസ്ഡ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ ആൻഡ് ത്രോംബോസിസ് എന്ന രോഗമാണ് കൂടുതലായി വരാൻ സാധ്യത എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ കോവിഷീൽഡായും യൂറോപ്പിൽ വാക്സ്ട്രേവിയ എന്ന പേരിലുമാണ് ഈ വാക്സിൻ വിതരണം ചെയ്തത്. 2021 കോവിഡ് മഹാമാരിയുടെ കൊടുമുടിയിൽ നിൽക്കെയാണ് ഈ വാക്സിൻ കമ്പനി അവതരിപ്പിച്ചത്. പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ വാക്സിൻ കൂടുതലായി ഇറക്കുമതി ചെയ്യുകയും ആളുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക. നാളെ മുതൽ ശനിയാഴ്ച വരെയാണ് ഈ ക്രമീകരണം. മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വം വ്യാഴ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുക. ഇനി സ്പോർട്സ് വാർത്തകൾ. ഫെർമിൻ ലോപ്പസിന്റെ ഇരട്ട ഗോളിൽ ലാലിഗയിൽ അൽമീറിയ ചലഞ്ച് മറികടന്ന് ബാഴ്സലോണ.
വ്യാഴാഴ്ച അൽമേരിയയെ 2-0 തോൽപ്പിച്ച് ലാലിഗയിൽ ബാഴ്സലോണ 2ാം സ്ഥാനത്തെത്താനുള്ള ട്രാക്കിൽ തുടരുന്നു. 79 പോയിന്റുമായി സാവി ഫെർണാണ്ടസിന്റെ ടീം കറ്റാലൻ എതിരാളികളായ ജിറോണയേക്കാൾ 4 പോയിന്റ് ലീഡ് നിലനിർത്തുന്നുണ്ട്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.71 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio